കരിമ്പുഴ കോട്ടപ്പുറത്തു നിന്നും കുണ്ടൂർക്കുന്നിലേക്ക് പോകുന്ന പ്രധാന റോഡ് കരിങ്കൽ ലോറികളുടെ അമിതഭാരം മൂലം പൂർണ്ണമായും തകർന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കോട്ടപ്പുറം മേഖലയിലെ കരിങ്കൽ ക്രഷർ യൂണിറ്റിൽ നിന്നും 50-60 ടണ്ണിലധികം കരിങ്കൽ കയറ്റി പോകുന്ന വലിയ വാഹനങ്ങളാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് അടുത്തിടെ പുതുതായി ടാറിംഗ് നടത്തിയ റോഡാണ് ഇപ്പോൾ വൻ കുഴികൾ രൂപപ്പെട്ട് യാത്ര ചെയ്യാനാകാത്ത വിധം തകർന്നടിഞ്ഞിരിക്കുന്നത്. 1/2 കിലോമീറ്റർ കഴിഞ്ഞുള്ള കുന്നത്തുപീടിയ റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് കിഴക്ക് വശത്തായി കോട്ടപ്പുറം റോഡിലുള്ള ചെറിയ പാലം ഈ വലിയ ലോറികളുടെ ഭാരം താങ്ങാൻ കഴിയുന്നതല്ല. കോൺക്രീറ്റ് പടവുകളുള്ള ഈ പാലത്തിലൂടെയാണ് ഭീമൻ ലോറികൾ നിരന്തരം കടന്നു പോകുന്നത്. ഇത് ഏതു സമയത്തും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ്. നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റ് ചെറുവാഹനങ്ങളും കടന്നു പോകുന്ന പ്രധാന പാതയാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ഈ പാത സാക്ഷിയാകേണ്ടി വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് കരിങ്കൽ ക്രഷർ യൂണിറ്റ് വന്നതോടെ ജനജീവിതം പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുകയാണ്. യാതൊരുവിധ ലൈസൻസോ പെർമിറ്റോ ഇല്ലാതെയാണ് മിക്ക വാഹനങ്ങളും അനിയന്ത്രിതമായി സർവീസ് നടത്തുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭയമില്ലാതെ റോഡിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നാട്ടുകാർ പറഞ്ഞു. 10 ലക്ഷം രൂപയോളം ചെലവിട്ട് നിർമ്മിച്ച റോഡാണ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ പോകുന്നത് കാരണം റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ റോഡ് വലിയ വാഹനങ്ങൾക്ക് പോകാൻ പാകത്തിൽ അടിയന്തരമായി പുതുക്കി പണിത് ഗതാഗത യോഗ്യമാക്കണമെന്ന് KT രാമചന്ദ്രൻ പറഞ്ഞു. കുണ്ടൂർക്കുന്ന് റൂട്ടില് നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ട്. ആറ്റാശ്ശേരി റൂട്ടിൽ നിന്ന് വരുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് മാറിയിട്ടുള്ള കുണ്ടൂർക്കുന്ന് റോഡിലെ കുണ്ടൂർക്കുന്ന് സ്കൂളിലേക്ക് ഉൾപ്പെടെ തോട്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 10ഓളം സ്കൂൾ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാറി കരിങ്കൽ പൊടിക്കുന്ന ഒരു വലിയ ഫാക്ടറി വർക്ക് ചെയ്യുകയാണ്. ആ ഫാക്ടറിയിലേക്ക് രാത്രിയും പകലും ഭേദമില്ലാതെ വലിയ ടോറസ് വണ്ടിയിൽ 50-60 ടണ്ണ് കരിങ്കല്ലുമായിട്ട് അങ്ങോട്ട് പോകുന്നു. അത് പൊടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അതുമൂലം വലിയ വലിയ വണ്ടികൾ ഓടുന്നത് മൂലം ഈ റോഡാകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മാത്രമല്ല, ഈ റോഡ് പണിയെടുത്തപ്പോൾ 1/2 കിലോമീറ്റർ മാറി തോടിന് ചെറിയൊരു പാലം കെട്ടിയിട്ടുണ്ട്. ഈ ലോഡും വന്നു കഴിഞ്ഞാൽ ഏതും സമയത്തും അവിടെ ആ പാലം തകരാൻ സാധ്യതയുണ്ട്, അപകടം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇത് കുടിവെള്ളത്തിൻ്റെ വലിയ ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞ വലിയ പൈപ്പ് പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ലോറി പോയിട്ട് വലിയ രീതിയിൽ ഇടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ വലിയ വലിയ ലോറിയിൽ പോകുന്നത് മൂലം നിരന്തരമായി ആളുകൾക്ക് ശല്യമാണ്. രാത്രി 12 മണിക്കടക്കം ഇതിലൂടെ വലിയ ടോറസ് ലോറി അങ്ങനെ വലിയ വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. മറ്റു വാഹനങ്ങളും പോകുന്നുണ്ട്. വണ്ടി പോകുന്നതിനോ മറ്റോ മറിച്ചോ ഞങ്ങൾ എതിരല്ല. നേരെ മറിച്ച് ഈ റോഡ് വലിയ വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലുള്ള വലിയ ഒരു നല്ല രീതിയിൽ നന്നാക്കിയതിന് ശേഷം വാഹനങ്ങൾ പോവാച്ചാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ നമുക്ക് റോഡ് പൊളിഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ വന്നാൽ ഏത് സമയവും ഇനി മഴയാണ് വരുന്നത്, ലോറി മറയാനടക്കം അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലേക്ക് മറിയാനും വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 1 വർഷം മുമ്പ് 2025 ഫെബ്രുവരി മാസത്തിലെ ബോർഡ് നോക്കിയാൽ കാണാൻ ഈ കഴിഞ്ഞ ഈ ഫാക്ടറി വരെ വരുന്ന ഈ സ്ഥലത്ത് നമ്മളെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് K. പ്രേംകുമാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ്റെ ഫണ്ട് 10 ലക്ഷം രൂപ കൊടുന്ന് ഇവിടെ പണി കഴിപ്പിച്ചതാണ്. ആ റോഡാണ് ഇപ്പോൾ ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. മാത്രമല്ല, നാട്ടുകാർക്ക് വലിയ ഭീഷണിയാണ്. ഈ പ്രശ്നം അധികൃതർ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അനിയന്ത്രിതമായി ഭാരം കയറ്റി പോകുന്ന ലോറികൾ കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്കും മറ്റും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് റോഡ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം ഭാവിയിലും തകരാത്ത രീതിയിൽ ശരിയായ ഉറപ്പോടെ പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കണം. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അനിൽകുമാർ P. അറിയിച്ചു. ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ സീഡാക്ക് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ഈ ഒരു പ്രദേശത്ത് ഒരു കരിങ്കൽ ക്രഷർ യൂണിറ്റ് വരിക കാരണം ലോഡ് കണക്കിന് ഭാരം കയറ്റിക്കൊണ്ട് അനിയന്ത്രിതമായി ലൈസൻസ് ഇല്ലാതെ പെർമിറ്റ് ഇല്ലാതെ ഇത് കൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ദുരിതപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു മേഖലയിലുള്ളത്. ഞങ്ങളുടെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെയും
അതിന് മുകളിലുള്ള ആളുകളെയും പരാതിയൊക്കെ കൊടുത്തിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു പരിഹാര നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്താൽ പോരാ, മറിച്ച് ഇതിന്റെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ ഈ റോഡിനെ ഉറപ്പുള്ള റോഡാക്കി മാറ്റി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണം. സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് അധികാരികളോട് ഞങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം, നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം ഇതോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. റോഡിന്റെ തകർച്ചയ്ക്കും ക്രഷർ ലോറികളുടെ നിയമലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ പൊതുജന പ്രതിഷേധമാണ് പ്രദേശത്ത് രൂപപ്പെടുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഉടനടി സ്ഥല സന്ദർശനം നടത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ.